പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് വിവാഹ തടസ്സങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും 35 വയസ്സിന് മേലുള്ളവരുടെ വിവാഹം, മക്കളില്ലാതെ 4 വർഷത്തിന് ആയിട്ടും വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവരുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് വേണ്ടി, ഭവനരഹിതർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ സ്തുതിയുടെ ഹല്ലേലൂയ. നല്ലവനായിശോ, വിവാഹ തടസ്സമുള്ളവർ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീടില്ലാത്തവരെ കർത്താവേ, ഭവനമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ അവരെ സ്പർശിക്കുന്ന കർത്താവേ, വിവാഹ ദോഷം തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, മക്കൾ ഇല്ലാത്തവരെ സ്പർശിക്കണമേ, സാക്ഷ്യപ്പെടാൻ സഹായിക്കണം. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ട്. പരീക്ഷകളിലെ വളരെ വീക്കായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയം, ഈ ഉടമ്പടി പലരും പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളൊക്കെ എഴുതിയവർ അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ് എക്സാമിനേഷൻ്റെ ചാലഞ്ച് വരുന്നത്. അതുകൊണ്ട് 100% തോക്കുമെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കാണ് അമ്മയുടെ കാരുണ്യത്താൽ അവരെ സന്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസം വലിയ സന്ധിപ്പ് ലഭിക്കും. അതുകൊണ്ട് എന്ത് തരം പരീക്ഷയായാലും ശരി, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അക്കാഡമിക് പരീക്ഷയാകാം, ബോർഡ് എക്സാം ആകാം, IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷയാകാം, ഇൻ്റർവ്യൂ പോലുള്ള യോഗ്യതാ പരീക്ഷയാകാം. എല്ലാ പരീക്ഷകളും കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉള്ളവർ, സ്തുതിയുടെ ഹല്ലേലൂയ. ഒന്നും സാധ്യമില്ലാത്തവന് ഈശോ എല്ലാ പരീക്ഷക്കാരെയും സമയത്ത് പ്രാർത്ഥിക്കുന്ന, എല്ലാ പരീക്ഷക്കാരെയും സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിനെ നിന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറയാൻ സഹായിക്കട്ടെ. യേശു സ്വന്തം ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ ഈശോനോട് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. അച്ഛൻ ഈ വിഷയം കൂടി പ്രാർത്ഥിക്കണേ കർത്താവേ എന്ന് മനസ്സിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇവിടെ പ്രാർത്ഥന ഇതുവരെ ഏറ്റുപറയാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അത് അച്ഛനത് അപൂർവ സാക്ഷ്യമായിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, ഡൗൺ സിൻഡ്രോം, അതുപോലെയുള്ള അസുഖങ്ങളില്ലേ, അതായത് അങ്ങനെയുള്ള രോഗങ്ങൾ, അത് എപ്പിലെപ്സിയുടെ തന്നെ വേറെ ചില ന്യൂറോട്ടിക് ട്രബിൾസാണ്. അതൊക്കെ മരുന്നിനൊക്കെ ഒരു പരിധിയുണ്ട്. മരുന്ന് എത്ര കാലം കഴിച്ചാലും ഇങ്ങനെ മയങ്ങി നടക്കുമെന്നല്ലാതെ പൂർണ്ണമായി ഇതൊന്നും വിട്ടു മാറുന്നില്ല. ഇങ്ങനെയുള്ള ജനിതകമായ ന്യൂറോട്ടിക് ട്രബിൾസ്, അതിന് മേലെല്ലാം കർത്താവിൻ്റെ ശക്തി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ഹൈപ്പർ ആക്ടിവിറ്റിയെ, അപസ്മാര രോഗത്തെ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ ഈശോ. ചൊറി, ചിരങ്ങ് കർത്താവെ കഴുകണമേ കർത്താവെ. ത്വക്ക് രോഗങ്ങളെ കഴുകണമേ കർത്താവെ ഈശോ. പലതരത്തിലുള്ള ബ്ലോക്കുകളെ കഴുകണമേ കർത്താവെ ഈശോ. ഓർമ്മക്കുറവുകൾ, ഉറക്കമില്ലായ്മ, വാത രോഗങ്ങൾ, വേരിക്കോസിൻ്റെ അസുഖങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ കർത്താവ്, സിസ്റ്റുകൾ, പലതരത്തിലുള്ള മുഴകൾ, പലതരത്തിലുള്ള ഞരമ്പുകൾ, പലതരത്തിലുള്ള പ്രവർത്തിക്കാത്ത അവസ്ഥകൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനോരോഗങ്ങൾ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വലിയ രോഗങ്ങളെ, ശ്വാസകോശ രോഗങ്ങളെ കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണം
തൃക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രൈസ് ദി ലോർഡ്. ആന്ധ്രയിലേക്ക് പോകുന്നവർ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരും ഇംഗ്ലീഷ് പത്രമാണ് വാങ്ങിക്കേണ്ടത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും പത്രം എവിടെയെങ്കിലും കൊണ്ടുപോയി പള്ളിയിൽ കൂട്ടിയിടരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. നിങ്ങളുടെ കാര്യം നടക്കത്തുമില്ല. കാര്യം എന്താ? നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം അലംഭാവത്തോടെ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തോട് വിശ്വസ്ത കാണിച്ചില്ല. അതുകൊണ്ട് ബൈ പേഴ്സൺ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീവണ്ടിശാലകളിൽ, തീവണ്ടി സ്റ്റാൻഡുകളിൽ വന്നിട്ട് ഓരോ ജില്ലകളിലേക്കും പോകുന്ന വണ്ടികൾ വിതരണം ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ചെയ്തതുപോലെ ദൈവം ഇതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണുണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും വലിയ സാക്ഷ്യം അവർക്ക് പറയാൻ പറ്റണത്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് കൊടുക്കണം. ചുമ്മാ കൊടുത്ത് ക്രിയ പോക്കരുത്. ഇത് ഉടമ്പടി ചെയ്തല്ല, ഇനി കൊടുക്കാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് തലയും ചുരകി പണ്ടാരം അടങ്ങാൻ ഒപ്പിച്ച് കൂട്ടി ഉണ്ടാക്കരുത്. അങ്ങനെ വന്ന പണി 8 തിരിച്ച് കിട്ടും. കാര്യം നിങ്ങൾ കാണിക്കുന്ന ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാണ്. പിന്നീട് നിങ്ങളോട് ആരോടും ഉടമ്പടി ചെയ്യാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടിയാണ് ചെയ്യണമെന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ചെയ്ത ആൾക്കാരെ കൃത്യമായിട്ട് അത് ബൈ പേഴ്സൺ കൊടുക്കാൻ നോക്കണം, പ്രാർത്ഥിച്ച് വ്യക്തികൾക്ക്. അങ്ങനെ വരുമ്പോൾ ദൈവം ആരോടാണ് ഉടമ്പടി ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം നിങ്ങളെ വിട്ടു പിരിയത്തില്ല. ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന കൂടെ സാന്നിധ്യം, ചുമ്മാ സാന്നിധ്യമല്ല, നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇടപെടുന്ന സാന്നിധ്യമാണ്. അതല്ല സാക്ഷ്യത്തിൽ കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വഴി 10 മനുഷ്യർ ഒരു ദിവസം ഈശോനെ അറിയണം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്താനാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങൾ 3 സാക്ഷ്യം വീതം ഒരു ദിവസം നിങ്ങളുടെ യൂട്യൂബിൽ ഇട്ട് തരും. അപ്പം തന്നെ നിങ്ങളത് ഷെയർ ചെയ്യണം. നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. എന്തിനാണ്? ദൈവം ജീവിക്കുന്നു, നിൻ്റെ വേദനയുടെ കാലം തീരാറായി, ദൈവം നിന്നെ സന്ധിക്കും. അത് നീ വഴി കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ ഈ യൂട്യൂബിൽ ഷെയർ ചെയ്തത് വായിക്കുന്നവർ വിശ്വാസത്തിലേക്ക് വരണേ. കാര്യം അവിശ്വാസികളും സാത്താൻ വർഷിപ്പുകാർ വരെ പിശാസിൻ്റെ ജോലികൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദൈവ മക്കൾക്ക് ഉറങ്ങാൻ അനുവാദമില്ല. അവിശ്വാസികളും സത്താൻ വർഷിപ്പുകാരും പിശാസിൻ്റെ ജോലികൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദൈവ പൈതൽ ഉറങ്ങിയാൽ അത് കുറ്റകരമായ ഉറക്കമായിരിക്കും. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത ജനങ്ങളുടെ ആത്മാക്കളുടെ മേലുള്ള ജാഗ്രതയാണ്. ഈ ജാഗ്രത കയ്യിൽ വിളക്കേന്ത കന്യകമാരെ പോലെ മണവാളം വരുന്നതുവരെ നമ്മൾ കെടാതെ സൂക്ഷിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, Lord Jesus Christ, Father of Jesus, the fire finger soak with the precious Lord, in peace His people, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow these relics, those used to have grace and peace and power. സമാപന ആശീർവാദമാണ്. പത്രം വാങ്ങിക്കുന്നവർ ഓർക്കുക, മാർച്ച് മാസത്തിലെ കൂപ്പൺ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല. മാർച്ച് മാസത്തിലെ കൂപ്പൺ കയ്യിലില്ലെങ്കിൽ കൊടുത്ത് പത്രം വാങ്ങി കൂപ്പൺ കരസ്ഥമാക്കി സൂക്ഷിക്കണം. എന്നിട്ട് നോക്കണം മാർച്ച് മാസത്തിലാണോ എന്നൊക്കെ നോക്കണം. ധൃതിക്ക് ചിലപ്പോൾ ഏപ്രിൽ മാസമൊക്കെ അടിച്ചു തരും. സമാപനാശീർവാദമാണ്. നേരത്തെ ബസ് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം 2 വാതിലുകൾ ഇവിടെയുണ്ട്, 2 ഗേറ്റുകളുണ്ട്. ആ ഗേറ്റ് വഴി മാത്രമാണ് പുറത്തേക്ക് പോകേണ്ടത്. ആരും ഫ്രണ്ടിലോട്ട് പോകരുത്, അവിടെ ബ്ലോക്കാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശു അനുഗ്രഹം ചെയ്യുന്ന നിമിഷങ്ങളാണ്. കൈകൾ ഉയർത്തി ഹൃദയം തുറന്ന് യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ത്രം. എൻ്റെ പേര് ജീന ജോയി. ഞാൻ പാലാരൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് എൻ്റെ 22 വർഷമായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു ഞങ്ങളുടെ വീട് സ്ഥലവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞ് എനിക്ക് ആ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് പോയപ്പം എന്നെ തമ്പുരാന് ഉള്ളം കൈ കൊണ്ട് നടന്നതും അതുപോലെ തന്നെ ഞങ്ങളെ തൊട്ട് ദൈവം ഞങ്ങളെ കൈക്കുമ്പിളി സംരക്ഷിച്ച ഒരു സാക്ഷ്യമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് ഒത്തിരി പേർക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരു യൂട്യൂബ് വരിക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒത്തിരി നാളുകൾ ഇരുന്നിട്ടും അത് വന്നില്ല. പക്ഷേ ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 1 മാസം തികയുന്ന ആ ദിവസം തന്നെ ഇത് ലൈവായിട്ട് യൂട്യൂബിൽ വന്നു. അങ്ങനെ ഞാൻ എന്നിട്ടും ഇതറിയുന്നില്ല. എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു, ജീന ഇത്രയും വലിയൊരു സങ്കടം കൊണ്ടാണോ നടന്നിരുന്നത് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് ഈ ലൈവായിട്ട് ഈ ഉടമ്പടി സാക്ഷ്യം വന്ന വിവരം ഞാൻ അറിയുന്നത്. ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പണമടച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ഞങ്ങൾ തിരിച്ച് കയറാൻ പറ്റിയായിരുന്നു. ആ സാക്ഷി ഇതിനു മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഈ സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആധാരവും ബാക്കി കാര്യങ്ങളും മാതാവ് തന്ന്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ വീട് സ്ഥലവുമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തീർത്തു തരുന്നതിന് അമ്മ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആരോടും പറയാനോ ചികിത്സ നേടാനോ എനിക്കങ്ങ് എന്തോ ഒരു നാണക്കേട് പോലായിരുന്നു. അത് എന്തോ ഒരു വലിയ വിഷയമാണെന്ന് ഓർത്ത്. പക്ഷേ ഞാൻ ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് തീർത്ത് മാറി കിട്ടുന്നതിന് സാധിച്ചു. അതുപോലെ എൻ്റെ കാലിൻ്റെ ഇടുക്കുകളിൽ പരിവുണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയാണ്. അത് പല പ്രാവശ്യം ഇങ്ങനെ വരും. അതൊന്ന് മാറി അടുത്തത് വരുന്ന വേറെ എവിടെ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ വരും. അങ്ങനെ ഞാൻ ഒത്തിരി നാളുകൾ ഇതങ്ങനെ സഹിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ നാണക്കേട് കാരണം കാണിക്കത്തുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേഗം ഇങ്ങനെ തോന്നുകയാണ്, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ മകളായിട്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഇത് ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ തോന്നിയില്ല. ഞാൻ തൈലം എടുത്ത് അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ പരിവ് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന് ഈ 2 രോഗസൗഖ്യങ്ങളും എനിക്ക് കിട്ടുന്നതിന് സാധിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. അതുപോലെ ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു 21 വർഷത്തോളമായിട്ട് എനിക്ക് പഞ്ചായത്തിന് എഴുതി കിട്ടാതിരുന്നൊരു റോഡുണ്ടായിരുന്നു. അത് ഞാൻ പഞ്ചായത്തിന് എഴുതി കിട്ടുന്നതിന് എന്നെ അമ്മ മാതാവ് സഹായിച്ചിരുന്നു. അത് കഴിഞ്ഞ് അതിന് ഞാൻ അന്നിവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു, അതിന് ഉള്ള ഫണ്ട് കൂടി അനുവദിച്ച് അതൊരു റോഡാക്കി തീർത്തിട്ടേ ഞാൻ അമ്മ മാതാവ് എന്നെ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 30 ലക്ഷം രൂപ അനുവദിച്ച് അത് റോഡിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിന് മേളിലായിട്ട് ഇടവഴിയായിട്ട് കിടന്ന് നടക്കാൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വഴിയുണ്ടായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അത് ആൾക്കാർക്ക് ഈ രോഗികളായിട്ടുള്ളവർക്ക് പോകുന്നതിനും ഒരു മരണം സംഭവിച്ചാലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു നമുക്ക് അതുവഴി നടക്കാനും എടുക്കാനും. അത് ഞാൻ ഇവിടെ ഉപ്പിട്ട് ആ ഇടവഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഓണർ അത് റോഡായിട്ട് വെട്ടി എല്ലാവർക്കും വണ്ടി കിട്ടുന്ന രീതിയിൽ വഴിയാക്കി മാറ്റുന്നതിന് എനിക്ക് സാധിച്ചു. അത് അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ
1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വാർഡിൽ ഒരു 19 വർഷത്തോളം ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അതെൻ്റെ ഒരു ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് എനിക്കൊരു 10 ബെഡിന് കിടക്കുന്ന രോഗികളുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റിയെടുക്കണമെന്നുള്ളത്. അതുപോലെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. 30 പേർക്ക് കിടക്കാവുന്ന രീതിയിലൊരു ആശുപത്രി കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനും അതുപോലെ 10 ബെഡിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കുന്നതിനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. അതിൻ്റെ അകത്ത് ഈ ഉടമ്പടി വഴിയാണ് എനിക്കത് കിട്ടിയതെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അന്നേരം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സ്റ്റാഫിനെ എടുക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. അന്നേരം സ്റ്റാഫിനെ വിളിച്ച് എല്ലാവരെയും എടുത്ത സമയത്ത് ഒരു കുട്ടിയെ നമ്മളവിടെ ഒരു സ്റ്റാഫായിട്ട് എടുത്ത് ആ കുട്ടി എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ചേച്ചി ചേച്ചി കൃപാസനത്തിൽ പോകുന്നതുകൊണ്ട് അമ്മ മാതാവ് ചേച്ചി എനിക്ക് തന്നെ ജോലി തരുന്നതിന് അവസരം ഒരുക്കിയതാണ്, ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്നെ വിളിച്ചു. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഇത്രയൊക്കെ അമ്മ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് അന്നേരം എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് അമ്മ എന്നെ അനുവദിപ്പിച്ചു. അതുപോലെ അവിടെ ഒത്തിരി ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ പറഞ്ഞതും ഒക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അത് ഏതെങ്കിലും വഴി ഫണ്ട് അനുവദിപ്പിച്ച് മേടിച്ചത് ചെയ്യുന്നതിന് എന്നെ അമ്മ സാധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കൂടുതൽ ആളില്ലാത്തതുകൊണ്ടാണ് എനിക്കല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തതുപോലെ സാക്ഷ്യങ്ങൾ പറയാൻ ഉണ്ട്. വിവാഹം നടന്നതായിട്ടും ഭവന പണി പൂർത്തിയായതായിട്ടും അതുപോലെ സ്ഥലം വിൽപ്പന, രോഗങ്ങൾ മാറിയത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന സഹായത്തിലൂടെ ഞാനിവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ നടന്നതായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്കിപ്പം ഒരു ഉടമ്പടി പുതുക്കാൻ ഞാൻ 11ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ ആവശ്യങ്ങൾ വയ്ക്കുന്നത് 1-2 കാര്യങ്ങൾ വല്ലപ്പോഴും വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം എനിക്ക് അമ്മ കറക്റ്റായിട്ട് നടത്തി തരുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നൊരു തോന്നലാണ് എനിക്ക്. അത് അമ്മ എന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും അതുപോലെ പണമായിട്ട് നൽകേണ്ടവർക്ക് അങ്ങനെയും നൽകിയൊക്കെ സഹായിക്കാറുണ്ട്. എൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരു രോഗിയാണ്. അന്നേരം ജോസഫ് അച്ഛൻ എപ്പോഴും പറയില്ല, നമ്മൾ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്നതിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഉടമ്പടി കൂടി ലഭിച്ചതാണെന്നും അത് ഉടമ്പടി ജീവിതമാണെന്നും തോന്നുള്ളൂ അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കെങ്കിലും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെന്നൊരു ആഗ്രഹം. അത് കാരണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് അമ്മേ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി കാരുണ്യപ്രവൃത്തി ചെയ്യാൻ, അവരുടെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എന്നെ അമ്മ മാതാവ് സഹായിച്ചു. അതുപോലെ ദിവസവും എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നതിന് അമ്മ സഹായിച്ചു. ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനും ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുവാനും ഒക്കെ അമ്മ മാതാവ് സഹായിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് സാധിക്കുന്നതാണ്. ഒത്തിരി പ്രതിസന്ധികളിലൂടെയും ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും. ഞാൻ എൻ്റെ ഇടവകയിലെ അൾത്താരയുടെ മുന്നിൽ വന്ന് ഒരു അരമണിക്കൂർ മിക്കവാറും ഞാൻ ശ്രമിക്കാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർത്തിട്ട് വീട്ടിലോട്ട് പോകുവാനായിട്ട്. അത് എൻ്റെ ജനപ്രതിനിധിയാണെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളെ വാർഡ് മെമ്പർ എന്നുള്ള ആ രീതിയിലും എൻ്റെ വീടിനെയും എല്ലാം ജനങ്ങളെയും എല്ലാം ചേർത്തിണക്കി ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമ്മ മാതാവിൻ്റെ ഒറ്റ ഒരു കരുതലുകൊണ്ട് മാത്രമാണ് എനിക്ക് സഹായിച്ചത്. അതുപോലെ ഞാൻ എവിടെ പോയാലും എന്ത് പ്രശ്നത്തിന് പോയാലും 82-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. ദൈവമാണ് ന്യായാധിപന്മാരുടെ, അതാണ് ആ സങ്കീർത്തനം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും തീരുമാനമുണ്ടാകുന്നതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ എന്ത് കാര്യത്തിനും ശാന്തമായിട്ടിരുന്നാൽ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും കരുതുമെന്നുള്ളൊരു വിശ്വാസവും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തുന്നതിന് ദൈവം എന്നെ സഹായിക്കുന്നു. എന്നെ ഈ ഒരു നിലയിൽ ഇതേപോലെ സംരക്ഷിച്ച് നിർത്തുന്ന എൻ്റെ അമ്മയ്ക്കും പൊന്നു തമ്പുരാനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോഫി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ 27/7/2025 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതാണ്. കാര്യം
എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതാണ്. അപ്പം മെയ് മാസം ആയ സമയത്ത് എനിക്ക് 10 ദിവസം അടുപ്പിച്ച് ഭയങ്കര തലവേദന. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ ഹൈ ബി പി. എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ലാസ്റ്റ് ഡോക്ടർ എന്നെ 10ാമത്തെ ദിവസം CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. എനിക്ക് തലയിലൊരു മുഴ കണ്ടു. അതിനുശേഷം ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞയച്ചു. ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് തലവേദന കാരണം ഞാൻ അവിടെ കിടന്ന് കരയുക. ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ എനിക്ക് പറ്റുന്നില്ല, ഓൾറെഡി ഞാൻ കഴിച്ചേക്കുക, അതിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് എനിക്ക് തരാൻ പറ്റില്ല. അവിടുന്ന് എന്നെ MRI സ്കാനിന് കയറ്റി. ഞാനും മാതാവിനെ മുറുകെ പിടിച്ചു. കാര്യം ഓൾറെഡി തലവേദനയുണ്ട്, അതിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ടായിരിക്കും, എനിക്കത് സഹിക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ MRI സ്കാൻ സമയത്ത് 45 മിനിറ്റ്സ് അതിനെടുക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആ 45 മിനിറ്റും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക, മാതാവേ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ എനിക്കൊന്നും കാണിക്കല്ലേ, ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇത് തന്നെയാണ് ഞാൻ ആ ഫുൾ ടൈം പറയുന്നത്. ഞാൻ കരയുന്നുണ്ട് നന്നായിട്ട്. തലവേദന കാരണമോ കരയുന്നതെങ്കിൽ എൻ്റെ മക്കളെ ഓർത്താണ് ഞാൻ കരയുന്നത്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. മാതാവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് റിപ്പോർട്ടിൽ എനിക്ക് റിസൾട്ട് കിട്ടും, എനിക്കതിലൊന്നും കാണാനില്ല, ഞാൻ സാക്ഷ്യം വന്ന് പറയും. അപ്പോഴും ഞാൻ കൃപാസനത്ത് വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, കൊന്ത പറയും. മാതാവിന് ഭയങ്കര ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണ്, എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത്. ഇപ്പോൾ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊരു അവസരം ഒരുക്കി തരണേന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ 45 മിനിറ്റിന് ശേഷം എനിക്ക് MRI സ്കാനിങ് റിപ്പോർട്ട് വന്നു. എനിക്ക് സ്കാനിങ്ങിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ CT സ്കാൻ എടുത്തത് ട്രാവൻകൂറിലാണ്. അപ്പം അതിൽ മുഴയുണ്ട്, MRI സ്കാനിങ്ങിൽ ഒന്നുമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ നമുക്ക് CT സ്കാൻ ഒന്നുകൂടി എടുക്കാം, നമുക്ക് നോക്കാം. അങ്ങനെ എന്നെ ഒന്നുകൂടി CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോയി. അപ്പോഴും എനിക്കൊന്നുമില്ല. എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇവരോടൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു. പ്രാർത്ഥിച്ച് അവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞാൻ നോർമലായിട്ട് ഞാൻ വീട്ടിൽ വന്നു. സാധാരണ ഒരാൾക്കാർ എങ്ങനെയാണ് വീട്ടിൽ വരുന്നത് അതുപോലെ എനിക്ക് ഒന്നുമില്ല. ഞാൻ ആ രാവിലെ മുതൽ അനുഭവിച്ച വേദന എനിക്ക് അറിയുള്ളൂ. വേദന കാരണം ഞാൻ അവിടെ കിടന്ന് ഒരു അസഹ്യം കാര്യം എന്നെ കാണുമ്പോൾ തന്നെ ഡെഡ് ബോഡി ആകും എന്നുള്ളൊരവസ്ഥയായിരുന്നു. എൻ്റെ ഫാമിലിക്കൊന്നും അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ 45 മിനിറ്റ്സിന് ശേഷം എനിക്കൊരു അത്ഭുതം സംഭവിച്ചതുപോലെ MRI സ്കാനിങ്ങിലൊന്നുമില്ല, CT സ്കാനിലൊന്നുമില്ല. ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമോ എന്ത് ചെയ്യാൻ. ന്യൂറോളജിസ്റ്റിലെ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. ഒരു കുഴപ്പവുമില്ല, വീട്ടിൽ പോയിക്കോ, ടാബ്ലറ്റ്സ് തന്നു, മൈഗ്രെയിൻ്റെത് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് അതിനുശേഷം തലവേദന വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. ഒത്തിരി നമുക്ക് വർക്ക് ഇഷ്യൂസും ഇച്ചായൻ്റെ ഓഫീസിൽ ടെൻഷനൊക്കെ വിളിച്ച് പറയുമ്പം ആ ഒരു തലവേദന അല്ലാതെ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് ഇതുവരേക്കും വന്നിട്ടില്ല. എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറി. അതിനുശേഷമാണ് ഞാൻ ജൂലൈ 27-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കളുമായിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 13 വർഷമായിട്ട് ഗൾഫിലാണ്. 2 പെൺകുട്ടികളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ നാട്ടിൽ. അപ്പോൾ എനിക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് നിൽക്കണം. മക്കൾ വളർന്നു വരുന്നു. എന്തെങ്കിലും മാതാവ് എനിക്ക് നടത്തി തരണേ, എനിക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് ദുബായിൽ പോകണം എന്നൊക്കെയാണ് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി ഞാൻ വയ്ക്കുന്നത്. 27/7 ഞാൻ ഉടമ്പടി എടുത്തു. ബാക്കി 6 ഉടമ്പടിയും പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ പോയി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഇവിടുന്ന് തരുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. 1 മണി 2 മണി ആ സമയത്ത് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥന പറഞ്ഞിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ മക്കൾ വന്നാലും ഇല്ലെങ്കിലും ഞാനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഉടമ്പടി ഇപ്പോൾ പൂർത്തിയാകാൻ വേണ്ടി ഇപ്പോൾ ഒരു 10 ദിവസമായപ്പോൾ മാതാവിനോട് പറയുക, ഞാൻ ഉടമ്പടി എനിക്ക് പൂർത്തിയാകാൻ പോവുക 27-ാം തീയതി. എനിക്ക് മാതാവേ ഒന്നും സാധിച്ചു കിട്ടിയില്ലല്ലോ. എനിക്ക് ഒന്നാമത്തെ ഉടമ്പടി നടക്കണമെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് മക്കളെ അങ്ങോട്ട് വരണം. അതിൻ്റെ പല തടസ്സങ്ങളും ഉണ്ടായിട്ടും ഇച്ചാൻ അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായെങ്കിലും ഈ പോയ കുറച്ച് നാൾക്ക് മുമ്പ് ഇച്ചായൻ എനിക്ക് മെസ്സേജ് ഇട്ടു, നീ മൊബൈൽ എടുത്ത് നോക്കിയില്ലേ, വാട്സപ്പ് നോക്ക്. ഞാൻ അന്നത്തെ ദിവസം എന്തോ മൊബൈൽ എടുത്തില്ല. ഇച്ചായൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ മൊബൈൽ നോക്കുന്നത്. നോക്കിയപ്പോൾ എനിക്ക് ഉടമ്പടി പൂർത്തിയാകുന്ന അന്നത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടി. എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും വിഷമം വരാൻ കാര്യം ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
എനിക്ക് മിറാക്കിളായിട്ട് എനിക്ക് കിട്ടിയതാ കാര്യം. ഞാൻ നെക്സ്റ്റ് അക്കാദമി പിള്ളേർ പൂർത്തിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാനായിരുന്നു. മാതാവ് എനിക്കത് പെട്ടെന്ന് സാധിച്ചു തന്നു. വിഷമിക്കുന്ന കാരണം 27-ാം തീയതി എനിക്ക് ഉടമ്പടി പൂർത്തിയാകുന്ന ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിലിരിക്കും. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമോ, കാര്യം ഞാൻ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു. കാര്യം ഇച്ചായന് പേപ്പർ വർക്കൊന്നും ശരിയായില്ലായിരുന്നു. അവിടെ മാതാവ് ഇടപെട്ടു ഞങ്ങൾക്ക് വേണ്ടി. കാര്യം എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഫാമിലിയായിട്ട് നിൽക്കണം. ഞാൻ ഈ 2 പിള്ളേരായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ. എപ്പോഴും മാതാവിനോട് ഞാൻ സങ്കടം പറയുന്നതാണ്. എനിക്ക് ആ ടിക്കറ്റ് കണ്ട അപ്പം മുതൽ എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. കാര്യം 27 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മിറാക്കിൾ പോലെ. കാര്യം ഞാൻ 27-ാം തീയതി ഉടമ്പടി എടുത്തത്. 27-ാം തീയതി നീ ഫാമിലിയായിട്ട് ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്യുക. എൻ്റെ അടുത്ത് ടിക്കറ്റ് കണ്ടിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഫാമിലി മെമ്പേഴ്സിൽ ഞാൻ എൻ്റെ സിസ്റ്ററിനെ മാത്രം വിളിച്ച് പറഞ്ഞു. എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത സമയത്ത് നമുക്ക് തൈലവും ഉപ്പും തരും. എൻ്റെ 2ാമത്തെ മോൾക്ക് ഒരു 4 വർഷം കൊണ്ട് ചുണ്ട് ഭയങ്കര ഉണങ്ങി വരേണ്ട ഒരു വ്രണൻ ടൈപ്പായിരുന്നു. പക്ഷെ അവൾക്ക് വൈറ്റമിൻസിൻ്റെ കുറവോ അങ്ങനെ ഒന്നുമില്ല. കാണുമ്പോൾ നോർമലായിട്ടിരിക്കും. കുട്ടികളൊക്കെ കളിയാക്കി നിന്ന് വീട്ടിൽ വന്ന് എപ്പോഴും പറയും ഞാൻ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഉടമ്പടി തലി ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഞാൻ ആദ്യം അതൊന്നും എടുക്കില്ലായിരുന്നു. തീർന്നു പോകും എന്നോർത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കും എപ്പോഴും. പിന്നെ മോൾക്ക് ബ്ലഡും അതൊക്കെ വരുന്നത് കണ്ടിട്ട് ഞാൻ അതൊന്ന് കുറച്ചെടുത്ത് തേച്ചു, നന്നായിട്ട് തേച്ചു. അവൾക്ക് അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട്. കാര്യം അവിടെ ചുണ്ട് ഇപ്പം സാധാരണ പിങ്ക് കളറിൽ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതും എനിക്കിവിടെ സാക്ഷിയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മോളുടെ ലിപ്പ് വന്നിട്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഓരോരുത്തർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇവരൊക്കെ എഴുതി വെച്ചിട്ട് വന്ന് പറയുന്നതാണോ, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ, നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് നമ്മൾ കൈവിടത്തില്ല. എൻ്റെ ഇച്ചായന് ഓഫീസിൽ 50 പേരുണ്ട്. 50 പേരിൽ ഓരോരുത്തരെ ഓരോ ദിവസം ടെർമിനേറ്റ് ചെയ്ത് വിടുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ഇച്ചായൻ എന്നോട് വിളിച്ച് പറയും ഇന്നാൾ പോയി. ഞാൻ പറയും പേടിക്കേണ്ട, മാതാവുണ്ട്. ഇത് മാത്രമല്ലാതെ വേറൊന്നും എനിക്ക് പുള്ളിയോട് പറയാൻ പറ്റില്ല. മാതാവുണ്ട്, മാതാവ് ശരിയാക്കും. ഈ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പുള്ളി പറയും നടക്കില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഞാൻ മാതാവുണ്ട്, മാതാവ് നമുക്ക് നടത്തി തരും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുക. പുള്ളിയോട് അങ്ങനെ പറഞ്ഞാലും ഞാൻ ചെന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് മാതാവ് എല്ലാം നടത്തി തന്നു. മാതാവിന് നന്ദി, 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കൃപാസനത്തിലെ പത്രം നമ്മുടെ വെട്ടുകാട് ചർച്ച്, ട്രിവാൻഡ്രം വെട്ടുകാട് ചർച്ചിലുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്ത്, അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ കയറും, അത് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇനിയും ഞാൻ കൂടുതലായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.